പ്രത്യാശയുടെ സന്ദേശവുമായി ഗൾഫ് രാജ്യങ്ങളും ഈസ്റ്റർ ആഘോഷിച്ചു. വിവിധ രാജ്യങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ദുബായിൽ ഓൺലൈനായിട്ടായിരുന്നു തിരുക്കർമ്മങ്ങൾ നടന്നത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ പ്രാർത്ഥനകളാൽ മുഖരിതമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ പള്ളിയിലെ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജിജു എൻ ജോൺ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുസഫ സീറോ മലങ്കര കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് ഫാദർ ജോൺസൺ പുതുപ്പറമ്പിൽ നേതൃത്വം നൽകി. ഇടവക വികാരി റവറൻ ഫാദർ ഗീവർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ. ഗൾഫിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ഓൺലൈനായിട്ടായിരുന്നു ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ നടന്നത്. 9ഓളം വൈദികരുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയം ഉൾപ്പെടെ UAE-യുടെ വിവിധ ഭാഗങ്ങളിലും ഈസ്റ്ററിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഒമാനിൽ മസ്കറ്റ് സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് കൊല്ലം ഭദ്രസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവാനാസിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മസ്കറ്റിലെ റൂവീസ് സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിലെ പ്രത്യേക പ്രാർത്ഥനയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മലങ്കര കത്തോലിക്ക സഭാവികാരി ഫാദർ വർഗീസ് വാലിക്കോടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലും വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ബഹ്റൈൻ, സൗദി, കുവൈറ്റ്, ഖത്തർ തുടങ്ങി മറ്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ശുശ്രൂഷകൾ നടന്നു. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.